നമസ്കാരം. നമ്മുടെ എല്ലാ രാജ്യങ്ങളിലും മറ്റു രാജ്യങ്ങളിലെ കോൺസുലേറ്റുകളുണ്ട്, എംബസികൾ. അവിടെ നയതന്ത്ര ഉദ്യോഗസ്ഥ വൃന്ദം തന്നെയുണ്ട്. ഒട്ടനവധി പരിരക്ഷ ഇവർക്ക് സാധാരണയായി ലഭിക്കുന്നുണ്ട്. അവരുടെ വാഹനങ്ങൾക്ക് പുറത്തു പോകുമ്പോഴും ഡിപ്ലോമാറ്റിക് സുരക്ഷയുണ്ട്. അവർക്ക് മദ്യം വാങ്ങാനുള്ള അവകാശമുണ്ട്, അവസരം നൽകുന്നുണ്ട്. പിന്നെ ഐഡൻറ്റിറ്റി കാർഡുണ്ട്. എന്ന് വെച്ചാൽ ഒരു വിദേശ പൗരനാണെങ്കിലും ആ രാജ്യത്തെ പൗരന്മാർക്കുള്ളതും അല്ലെങ്കിൽ അവിടുത്തെ നല്ലൊരു ഉദ്യോഗസ്ഥനുള്ള എല്ലാ പ്രാതിനിധ്യവും ഈ ഉദ്യോഗസ്ഥർക്ക് നൽകാറുണ്ട്. പറഞ്ഞു വന്നത്, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിനിധികൾ ഉൾപ്പെടുന്ന അമേരിക്കൻ കോൺസുലേറ്റിൽ, ഇന്ത്യൻ കോൺസുലേറ്റിൽ ദേവയാനി കോബ്രഗഡെ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അവർ അവരുടെ ഒരു വീട്ടുജോലിക്കാരിയെ അപമാനിച്ചെന്നോ അടിച്ചെന്നോ ഒക്കെ പറഞ്ഞിട്ട് അമേരിക്കൻ പോലീസിൽ ഒരു പരാതി കൊടുത്തു. അമേരിക്കൻ പോലീസ് ഉടൻ തന്നെ അവരെ വിലങ്ങ് വെച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അതായത് ദേവയാനി കോബ്രഗഡയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. ഇത് ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഇന്ത്യക്ക് വലിയ നാണക്കേടുണ്ടാക്കിയൊരു വിഷയമായിരുന്നു. ഇന്ത്യ ഉടൻ തന്നെ പ്രതികരിച്ചു. നിങ്ങൾ ചെയ്ത നടപടി തെറ്റാണ്, ദേവയാനി കോബ്രഗഡയ്ക്കെതിരെ എടുത്തിരിക്കുന്ന പരാതി പിൻവലിക്കണം എന്ന് പറഞ്ഞു. മാത്രമല്ല, കൈവിലങ്ങ് അണിയിച്ചത് അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായ നടപടിയാണെന്ന് കൂടി ഇന്ത്യ പ്രതികരിച്ചു. ഇന്ത്യയുടെ അമേരിക്കയോടുള്ള പ്രതികരണം കേട്ട് ലോകരാജ്യങ്ങൾ വരെ ഞെട്ടി. ഇന്നും ഇന്നലെയൊന്നും അല്ല, ഒരു 8-9 വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു കാര്യത്തെപ്പറ്റിയാണ് സൂചിപ്പിച്ചത്. ഇന്ത്യൻ എംബസിയിലെ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ ഐഡൻറ്റിറ്റി കാർഡ് ഇവിടെ ഏൽപ്പിക്കണം. കൂടാതെ മദ്യം കൊണ്ടുവരാനുള്ളതും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പുറത്ത് ഞങ്ങൾ നൽകുന്ന ഡിപ്ലോമാറ്റിക് ഡിപ്ലോമാറ്റിക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം ഓർമ്മ വരും, നമ്മുടെ സ്വപ്ന സുരേഷിനെ പറ്റി. അപ്പോൾ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള നിങ്ങൾക്കുള്ള എല്ലാ ഇതോടുകൂടി പിൻവലിക്കുകയാണ്. അല്ലെങ്കിൽ അതുപോലെ നിങ്ങളുമായിട്ടുള്ള നയതന്ത്രപരമായ മുഴുവൻ ചർച്ചയും നിർത്തുന്നു. വേണ്ടി വന്നാൽ നിങ്ങൾ ഈ രാജ്യം തന്നെ വിട്ടുപോകേണ്ടി വരുമെന്ന് അന്നത്തെ ഇന്ത്യ ഗവൺമെൻറ് വളരെ ശക്തമായ രീതിയിൽ അമേരിക്കൻ കോൺസുലേറ്റിനോട് പറഞ്ഞു, ഇന്ത്യയിലെ അമേരിക്കൻ എംബസിയോട് പറഞ്ഞു. തുടർന്ന് ദേവയാനി കോബ്രഗഡയ്ക്കെതിരെയുള്ള മുഴുവൻ പരാതി അമേരിക്ക പിൻവലിച്ച് ഇന്ത്യക്ക് വശംവദനാവുകയായിരുന്നു ചെയ്തത്. പറഞ്ഞു വന്നത്, അമേരിക്കൻ 2-3 ഫ്ലൈറ്റുകളിലായി കാലും കൈയും ഒക്കെ കെട്ടി ബാത്റൂമിൽ പോലും പോയി അവസരം കൊടുക്കാതെ, വെള്ളം പോലും കൊടുക്കാതെ ഇന്ത്യയുടെ ഉപഭൂഖണ്ഡത്തിൽ ധാരാളം ആൾക്കാരെ കൊണ്ട് തള്ളുന്നു. അവർ നിയമവിധേയമല്ലാതെ ആയിരിക്കും അവിടെ പോയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും നമ്മുടെ രാജ്യത്തെ അറിയിച്ച് നമ്മുടെ രാജ്യത്തു നിന്നുള്ള ഫ്ലൈറ്റ് വന്നോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തോടു കൂടി യോജിച്ചു നിന്ന് അവരെ ഇന്ത്യയിലേക്ക് വിടേണ്ടതായിരുന്നു ചെയ്തത്. ഇതിനെതിരെ ധാരാളം അഭിപ്രായങ്ങളുണ്ടാകാം. ഞാനതിനകത്ത് കക്ഷി രാഷ്ട്രീയം ഒന്നും വെച്ച് പറഞ്ഞല്ല. മനുഷ്യാവകാശ ധ്വംസനം അങ്ങേയറ്റം അമേരിക്ക നടത്തിയിട്ട് പോലും അമേരിക്കയുടെ മണ്ണിൽ ചെല്ലുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ഇതിനെതിരെ പ്രതികരിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഒരു പ്രതികരണം ഉണ്ടായില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കയിൽ ചെന്നതുകൊണ്ട് ആർക്കാണ് ഗുണം എന്ന് ചോദിച്ചാൽ അമേരിക്കയ്ക്കാണ് ഗുണം. അമേരിക്കയുടെ കുറേയേറെ വ്യാപാര കരാറുകൾ ഇന്ത്യക്ക് ഒപ്പിടാൻ സാധിച്ചു. അങ്ങനെ ഇന്ത്യയുമായുള്ള വ്യാപാരം അടുത്ത 10 വർഷത്തേക്ക് കൂടി ട്രംപ് നേടിയെടുത്തു. ട്രംപ് പറയാനുള്ളത് സുവ്യക്തമായി പ്രധാനമന്ത്രിയോട് സൂചിപ്പിച്ചു. അപ്പോഴും നമ്മുടെ പ്രധാനമന്ത്രി, എൻ്റെ പൗരന്മാരെ ചങ്ങലക്കിട്ടുകൊണ്ടുവന്ന നിങ്ങളുടെ നടപടി കിരാതമാണ്, അതിൽ ഇന്ത്യക്ക് പ്രതിഷേധമുണ്ടെന്ന് പറയുവാനുള്ള ധൈര്യം കാണിച്ചില്ല എന്ന വ്യസനത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ത്യയുടെ എത്രയോ പ്രധാനമന്ത്രിമാർ, PV നരസിംഹറാവു, ഡോക്ടർ മൻമോഹൻ സിംഗ്, ഇന്ദിരാഗാന്ധി എന്നുവേണ്ട ഇവരൊക്കെ അമേരിക്കയുടെ നേരെ കൈ ചൂണ്ടി നിന്നുകൊണ്ട്, ഇത്രയേറെ ബന്ധം അമേരിക്കയായിട്ട് ഇല്ലാത്ത സമയത്ത് പോലും അമേരിക്കയോടോ വിരൽ ചൂണ്ടി സംസാരിച്ച് അവരെ വഴുതിക്ക് വരുത്തിയ സമയത്താണ്, അമേരിക്കൻ പ്രസിഡന്റുമായുള്ള തൻ്റെ വളരെ അടുത്ത അഗാധമായ ബന്ധം നിലനിൽക്കുമ്പോൾ പോലും ഒന്ന് സ്നേഹപൂർവ്വനെങ്കിലും നമ്മുടെ പ്രധാനമന്ത്രി നിങ്ങൾ ചെയ്ത് തെറ്റാണെന്ന് പറയുമെന്ന് എന്നെപ്പോലുള്ളവർ വിശ്വസിച്ചു, സാധാരണ ജനങ്ങൾ വിശ്വസിച്ചു. എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞാലും, എന്തിനൊക്കെയാണെങ്കിൽ പോലും നമ്മുടെ ജനങ്ങളോട് കാണിച്ച ഈ നന്ദികേട്, ഈ വൃത്തികെട്ട കിരാതമായ നടപടി അങ്ങേയറ്റം പ്രതിഷേധമായിരുന്നു. അതിലൊരു വാക്കിലെങ്കിലും പ്രതിഷേധം അറിയിക്കുമെന്ന്, ഈ രാജ്യത്തെ സ്നേഹിക്കുന്നുവെന്ന് 100 വട്ടം വിളിച്ചു പറയുന്ന പ്രധാനമന്ത്രി പറയുമെന്ന് ഞാൻ സത്യത്തിൽ ആശിച്ചിരുന്നു. പകരം സംഭവിച്ചത്, ഇന്ത്യക്ക് ആവശ്യമായുള്ളതും ആവശ്യമില്ലാത്തതുമായ കുറേ യുദ്ധവിമാനങ്ങളും കുറേ പാചകവാതക കരാറുകളും എണ്ണ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നതിനുള്ള കരാറുകളും മറ്റനേകം കരാറുകളും ട്രംപ് നമ്മുടെ പ്രധാനമന്ത്രിയെ അങ്ങോട്ട് വിളിച്ചു വരുത്തി ഒപ്പിട്ട് മേടിച്ചു. ലാഭം ആർക്കായിരുന്നു? അമേരിക്കയ്ക്ക്. അമേരിക്കയ്ക്ക് ലാഭം കൊയ്യാൻ വേണ്ടി പ്രധാനമന്ത്രി അങ്ങോട്ട് പോകേണ്ട കാര്യമുണ്ടായിരുന്നു.
പിന്നെ അദ്ദേഹം അവിടെയുള്ള പത്രക്കാരുടെ പത്രസമ്മേളനത്തിൽ അദാനിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ക്ഷോഭിച്ചു എന്നും പറയുന്നു. ആരെപ്പറ്റിയും ഇന്ത്യയിലെ ഓരോ പൗരനെ പറ്റിയും അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുമായി അടുത്ത് ബന്ധം പുലർത്തുന്നുവെന്ന് ജനം സംശയിക്കുന്ന ഓരോരുത്തരെ പറ്റിയും ചോദിക്കാനുള്ള അവകാശം ഇന്ത്യൻ ജനതയ്ക്കുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രിമാർ, പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട പത്രക്കാർ ഇതൊക്കെ ചോദിക്കും. അതിന് മറുപടി പറയുവാൻ നമ്മൾ ബാധ്യസ്ഥനാണ്. എന്തായിരുന്നാലും ഒരു താരതമ്യം ചെയ്യുമ്പോൾ കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളെയും ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ എന്തൊക്കെ നേട്ടങ്ങൾ ആരൊക്കെ വീമ്പിളക്കി പറഞ്ഞാലും നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഇപ്പോഴത്തെ ഈ അമേരിക്കൻ സന്ദർശനം തികഞ്ഞ പരാജയമായിരുന്നു. ഒന്നുകൂടി ഓർമ്മപ്പെടുത്തട്ടെ, സീസറിൻ്റെ ഭാര്യ എന്നും സംശയത്തിനതീതയായിരിക്കണം. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.